ഹലോ വ്യൂവേഴ്സ്, നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങളൊരു ഓപ്ഷൻ ട്രേഡറാണോ? കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? കറക്റ്റായിട്ട് പോയിന്റുകൾ മിസ് ചെയ്ത് അത് പിക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ലേ? എല്ലാത്തിൻ്റെ ഉത്തരമാണ് ഞാൻ ഈ കാണിക്കാൻ പോകണം. നമ്മുടെ സോഫ്റ്റ്വെയർ വിൻ ട്രേഡർ. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കൂടി വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങളിത് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ലൈവ് ഡെമോ ക്ലാസ്, പേഴ്സണൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫീസ് വരാവുന്നതാണ്. കേരളത്തിൽ നമ്മുടെ ഓഫീസ് വരുന്ന ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് കാണാവുന്നതാണ്. അപ്പം ഇതിൽ ഞാൻ കാണിക്കുന്നത് എക്സാമ്പിൾ നിഫ്റ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇതൊരു സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതായത് ഇതിൽ കൂടെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. ട്രേഡ് നിങ്ങളുടെ ട്രേഡിംഗ് ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ എടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഏറ്റവും മേളിൽ വരുന്ന മാർക്കറ്റ് റേറ്റ് ഇപ്പോൾ നിഫ്റ്റി ലൈവാണിത് 25,593 മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്കൊരു ഗ്രീൻ കളറിലെ അപ്പാരോ കാണാൻ സാധിക്കും. അത് ബൈ ചെയ്യാനുള്ളതും റെഡ് വരുന്ന സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ, അതായത് ബൈ കാണിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഓപ്ഷൻ ബയർ ആകുമ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ളതും, റെഡ് വരുമ്പോൾ സെല്ലാണ്, അത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ തരുന്നത്. സിഗ്നൽ ഓട്ടോമാറ്റിക് ആണ്. സിഗ്നൽ വരുമ്പോൾ അലേർട്ട് മെസ്സേജ് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. അതേ ഡീറ്റെയിൽസ് ഏറ്റവും മേളത്തെ ഡാഷ്ബോർഡിൽ കാണിക്കും. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിച്ചോളൂ, ബൈ വന്നിട്ടുണ്ട്. ബൈ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്, കോൾ സൈഡ് എൻട്രി വന്നു. സോഫ്റ്റ് ഇവിടെ റേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് 25,405. അതായത് നിഫ്റ്റി ഈ റേറ്റിൽ നിന്നപ്പോഴത്തേക്കാണ് ബൈലോട്ട് വന്നത്. അപ്പം നമ്മൾ ഈ ലെവൽ പിടിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, സ്ട്രൈക്ക് സെലക്ട് ചെയ്യേണ്ടത്. 25,405 നിൽക്കുന്ന മാർക്കറ്റിൽ ഏത് സ്ട്രൈക്ക് എടുക്കണമെന്നുള്ള നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമുക്കത് ഇൻ ദ മണി എടുക്കാം, അറ്റ് ദ മണി പോകാം, ഔട്ട് ഓഫ് ദ മണി പോകാം. ഏത് വേണമെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് എടുക്കാം. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റ് ദ മണി ഇൻ ദ മണിയൊക്കെ ആകുമ്പോൾ കൺഫ്യൂഷൻ ആകും. നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ട് അത് പറഞ്ഞു തരാവുന്നതാണ്. അപ്പം ഇതിൽ ഞാൻ അറ്റ് ദ മണി ചെയ്യുന്ന ഒരാളാണെങ്കിൽ 25,400 തന്നെ എടുക്കുക. ഇൻ ദ മണി ചെയ്യുന്ന ഒരാൾ 300, 200, 100 ഒക്കെ എടുക്കുക. അത് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് എടുക്കാം. ഇത്രയും നമുക്ക് മനസ്സിലായില്ല. അതായത് നിഫ്റ്റിയിൽ ബൈ വന്നു, അപ്പോൾ റേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ന റേറ്റിൽ ഇന്ന സ്ട്രൈക്ക് മതി. നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എടുക്കേണ്ടത് ഓപ്ഷൻ്റെ സ്ട്രൈക്കാണ്. ഞാനിവിടെ ഓൾറെഡി ഒരെണ്ണം എടുത്തിട്ടുണ്ട് 25,200. അതായത് ഇതൊരു ഇൻ ദ മണി ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ, നിഫ്റ്റിയിൽ ട്രേഡ് വരുമ്പോൾ തന്നെ നമ്മൾ നേരെ ഓപ്ഷൻ ചാർട്ട് എടുക്കുക. ബാക്കിയെല്ലാം ഓപ്ഷൻ ചാർട്ട് നോക്കി വെച്ചാൽ ഓപ്ഷനിൽ നമുക്ക് ബൈ എൻട്രി വന്നോ നോക്കുക. ഓക്കെ, നമുക്ക് ആ ടൈമിൽ തന്നെ ഓപ്ഷനിൽ ബൈ കാണിച്ചു. ജസ്റ്റ് ഇതൊന്ന് കൺഫേം ആയെന്ന് നോക്കുക. അതെങ്ങനെയാണ്, അത് സോഫ്റ്റ്വെയറിനെ കാണിച്ചോളൂ. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ബൈ സിഗ്നൽ വന്നിട്ടുണ്ട്. താഴത്തെ പ്രൈസ് ബൈ സോൺ ആയിരിക്കണം. അതുപോലെ ആരോടെ താഴത്തെ ഈ ഒരു ബാറില്ലേ, നമ്മുടെ കൺഫർമേഷൻ ബാർ, അത് ഗ്രീൻ ആയോ എൻട്രി എടുക്കുക. എൻട്രി നിങ്ങൾ എടുക്കേണ്ട ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. സോഫ്റ്റ്വെയർ തന്നിരിക്കുന്ന എൻട്രി പോയിന്റ് 292, 30 ഈ റേറ്റ് തന്നെ കിട്ടണമെന്നില്ല. നമ്മൾ മാർക്കറ്റോട്ട് ഇടുമ്പോൾ അതിൻ്റെ മേളിലോ താഴത്തോ റേറ്റ് കിട്ടും. അതിൽ എക്സിക്യൂട്ട് ചെയ്യുക. താഴത്തോട്ട് നോക്കും 321, 344, 368. അത് എക്സിറ്റ് ലെവൽ അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കൺഫ്യൂഷൻ അങ്ങ് പോയി. അത് എൻട്രി എക്സിറ്റും നോർമലി കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ നോക്കുമ്പോൾ ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കി കിട്ടും. നിങ്ങളൊരു റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരാളാണ്, ഒരു ബിഗിനറാണ്, നിങ്ങളതിന് ക്യാപിറ്റലൊന്നും ഇടാതെ ചെയ്യുന്നത്. അതായത് ബിഗിനേഴ്സ് നമ്മളെപ്പോഴും ചെറിയൊരു എമൗണ്ട് വെച്ച് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ട. കൺഫേം എൻട്രി ആണെങ്കിൽ എടുക്കുക. ഒരു 10 പോയിൻ്റൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ നേരെ എക്സിറ്റ് കൊടുക്കുക. നമ്മുടെ ടാർഗറ്റ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്ന ഒരിക്കലും ഫിക്സഡ് ടാർഗറ്റ് അല്ല. അത് സോഫ്റ്റ്വെയർ മാർക്കറ്റിൻ്റെ റേറ്റ് ട്രെൻഡ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഒരിക്കലും എല്ലാ സിഗ്നലിലും ഒരേപോലത്തെ ടാർഗറ്റ് അല്ലായിരിക്കും. ഇത് ഫുൾ ഓട്ടോമാറ്റിക്. അപ്പോൾ സോഫ്റ്റ്വെയർ ആ മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ച് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് തരുന്നതാണ്. സ്റ്റോപ്പ് ലോസ് കാണിച്ചാലും ട്രെയിലിംഗ് ആണ്. അത് നമ്മുടെ റിസ്കിനെ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റോപ്പ് ലോസ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് മസ്റ്റാണ് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് സിഗ്നൽ വന്ന് കൺഫേം ആയി നമ്മൾ എൻട്രി എടുത്ത് നമ്മൾ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്തു. അതൊക്കെ ശേഷം ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ നമ്മൾ എക്സിറ്റ് കൊടുത്തു എന്ന് വിചാരിക്കുക. പിന്നെ മാർക്കറ്റ് വൺ സൈഡ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു മാർക്കറ്റ് പോകുമ്പോൾ നമുക്കൊന്ന് റീ എൻട്രി ചെയ്യാൻ തോന്നും. അപ്പോൾ വെറുതെ ചെന്ന് അവിടെ റീ എൻട്രി ചെയ്യില്ല. അവിടെ എന്ത് ചെയ്യണം, റെഡ് സ്റ്റാർസുകളുണ്ട്, അത് റെസിസ്റ്റൻസ് ആണ്. അതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ റീ എൻട്രി എടുക്കുക. ബ്രേക്ക് ഔട്ട് നടക്കുക. റെസിസ്റ്റൻസ് ബ്രേക്ക് എന്ന് വെച്ചാൽ അവിടുന്ന് പിന്നെ മാർക്കറ്റിൽ കയറത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ റീ എൻട്രി അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജി അല്ല. നിഫ്റ്റിയിൽ ട്രേഡ് വരുമ്പോൾ തന്നെ നമ്മൾ ഓപ്ഷൻ എടുക്കുക. ഓപ്ഷനിൽ ബൈ കൺഫർമേഷൻ ഉണ്ട്, അവിടുന്ന് ട്രേഡ് എടുക്കുക. വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി. നിങ്ങൾക്ക് ലൈവിൽ ഒരു ഡെമോ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഓൺ കോളിൽ പറഞ്ഞു തരും. അതുപോലെ എൻ്റെ ഓഫീസ് വിസിറ്റ് പേഴ്സണൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.